ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ എറണാകുളത്ത് ഇനി സ്വന്തം ഒളിമ്പിക് ഭവൻ. ജില്ലയിലെ കായിക മേഖലയുടെ ഏകോപനത്തിനായി പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് 43 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സ്വന്തം ആസ്ഥാനം യാഥാർത്ഥ്യമായത്. ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ എറണാകുളത്ത് ഒളിമ്പിക് ഭവൻ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ കായിക മേഖലയുടെ ഏകോപനത്തിനായി പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് 43 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം ഓഫീസ് യാഥാർത്ഥ്യമായി. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ ഒളിമ്പിക് ഭവൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്പോർട്സ് അസോസിയേഷനുകളുടെ ഏകോപനത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായാണ് ഓഫീസ് പ്രവർത്തിക്കുക. ഒരു ഓഫീസ് തുറന്നതുകൊണ്ട് മാത്രം ലോകോത്തര നിലവാരത്തിലുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി സുനിൽകുമാർ പറഞ്ഞു. സ്പോർട്സിനോടുള്ള താൽപര്യം വളർത്തിയെടുക്കുകയും കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വേണം. കായിക മേഖലയിൽ പ്രാവീണ്യമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി മികച്ച പ്രോജക്റ്റുകൾ തയ്യാറാക്കി CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്മി ജെറാൾഡ് അഭിപ്രായപ്പെട്ടു. ഇതിനായി കോർപ്പറേഷന്റെ എല്ലാവിധ സഹകരണവും അവർ വാഗ്ദാനം ചെയ്തു. സ്പോർട്സ് എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമാണ് റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് SAS നവാസ് IRS നൽകിയത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് P മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ബിനോയ് ജോസഫ്, ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM അബൂബക്കർ, അഡ്വക്കേറ്റ് EM സുനിൽകുമാർ, ബിന്ദു മനോഹരൻ, AP ഉദയൻ, ശിവശങ്കർ രഘു, ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് S നായർ, സജീവൻ G, എൽദോസ് P എബി എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോയ് പോൾ സ്വാഗതവും ട്രഷറർ VA മൊയ്തീൻ നൈന IRS നന്ദിയും പറഞ്ഞു.